ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർസ് ഒരു പടവുമായി ബന്ധപ്പെട്ട് ഇപ്പം പുതിയ ചില TV സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം TV സ്പോർട്സൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ഒരു സീനാണ്, അതായത് നമ്മുടെ ഗോഡ്സിലയുടെ പുറത്ത് കോങ് കയറി പോകുന്ന സീനുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. എന്താണ് ഇവിടെ നടക്കണമെന്ന് ആലോചിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് TV സ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ ഇനി വരുന്ന TV സ്പോർട്ടൊന്നും ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യൂല. ഇതാണ് ലാസ്റ്റ് TV സ്പോർട്ട് ബ്രേക്ക് ഡൗൺ. കാരണം ഈ WBയുടെ സ്വഭാവം ഇതാണ്, ചുമ്മാ TV സ്പോട്ട് വിട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇനി വരുന്ന TV സ്പോട്ട് ആരും നോക്കാതിരിക്കുന്നത് നല്ലത്. സോ ഇത് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സീനിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കോങ്ങും സൂക്കയും കൂടെ പോകുന്ന ഒരു സീനാണ് കാണിച്ചിട്ടുള്ളത്. സൂക്ക എന്ന് വെച്ചാൽ കുട്ടി കോങ്ങിനെ നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടി കോങ് നമ്മുടെ കോങ്ങിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു സ്കാർ കിങ്ങിൻ്റെ പ്ലേസിലോട്ട് കൊണ്ടുപോകണമായിട്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കാട്ടിക്കൂടെയൊക്കെ നടന്നിങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ വെച്ചായിരിക്കും നമ്മുടെ ഈ കോങ് വന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു കുട്ടി സൂക്കയെ കാണുന്നതെന്നാണ് തോന്നുന്നത്. സോ സൂക്ക വന്ന് നമ്മുടെ കോങ്ങിനെ എന്തിനാണ് കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് ഇവിടെ പിടികിട്ടാത്ത ഒരു കാര്യം. ചിലപ്പം കോങ്ങും സൂക്കയും വന്ന് ചിലപ്പം അപ്പം തന്നെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക. സ്കാർ കിങ് എവിടെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ കോങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സീൻ ആവാനും ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പ് ആവാനും ചാൻസസ് ഉണ്ട്. ഈ സൂക്ക വന്ന് സ്കാർ കിങ്ങിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആയിരിക്കും ഈ സ്കാർ കിങ് ഓരോ ഏപ്സിനെ പിടിക്കണമെന്നാണ് തോന്നുന്നത്. ഈ സൂക്കയെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ട്രിക്ക് ചെയ്ത് ട്രാപ്പ് ആക്കണമെന്നാണ് തോന്നുന്നത്. സോ കോങ്ങിൻ്റെ ഇത് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആയിരിക്കും കോങ് നേരെ സ്കാർ കിങ്ങിൻ്റെ അടുത്ത് പോയി പെട്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇതൊരു ട്രാപ്പ് ആവാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ സൂക്കോ കോങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീൻ ആവാനും ചാൻസസ് ഉണ്ട്. സോ എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ കോങ് ആ സ്കാർ കിങ്ങിൻ്റെ പ്ലേസിൽ പോകുന്നത് ഫസ്റ്റ് ടൈമായിട്ട്. പിന്നെ അടുത്തൊരു സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോങ് വന്ന് പുള്ളിയുടെ ബാറ്റിൽ ആക്സും വെച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അവിടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ഏപ്സൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക കീറി വിളിക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോകുകയാണ്, ഒരു ഗ്ലാഡിയേറ്റർ ഫൈറ്റ്, അതായത് കോങ് വേഴ്സസ് സ്കാർ കിങ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. സോ ആ ഫൈറ്റിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സീൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ വന്ന് കോങ്ങും സ്കാർ കിങ്ങും വേറെ ലെവലായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വന്ന് നിറയെ അടി കിട്ടുന്നത് കോങ്ങിനാണ്. കാരണം ഇവിടെ സ്കാർ കിങ് വന്ന് ഭയങ്കര അജയിലായിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാനെ പോലെ ഭയങ്കര അജയിലായിട്ടാണ് സ്കാർ കിങ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് കോങ്ങിനെ ഭയങ്കരമായിട്ട് അടി വീഴുന്നുണ്ട്. സ്കാർ കിങ് ചാടിയും മറിഞ്ഞുമൊക്കെ അടിക്കുന്ന സീൻ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കോങ്ങിന് ഈ ഫൈറ്റിൽ നന്നായിട്ട് കിട്ടാൻ പോവുകയാണ്. കാരണം കോങ് വന്ന് സ്ട്രോങ് ആണ്, പക്ഷേ സ്കാർ കിങ് ഭയങ്കര സ്പീഡും നല്ല എക്സ്പീരിയൻസും ആയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്യുന്നത്. സോ ഈ സീനിലായിരിക്കും നമ്മുടെ കോങ്ങിന് ആ കൈയൊക്കെ ഡാമേജ് ആവാൻ പോകുന്നതാണ് തോന്നുന്നത്. അതുമാത്രമല്ല ഈ ഫൈറ്റിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ അവിടെ വന്ന് കോങ് വന്ന് ഈ സ്കാർ കിങ്ങിന് ഒറ്റ ചവിട്ട് കൊടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ ക്ലൈമാക്സ് ഫൈറ്റ് സീന് വന്ന് വേറെ ലെവലിൽ ഇരിക്കാൻ പോവുകയാണ്. സോ കോങ്ങും സ്കാർ കിങ്ങും ഷീമോയും ഗോഡ്സിലയും മോത്ര എല്ലാവരും കൂടെ വന്ന് ഒരു അട്ടഹാസം തന്നെ നടക്കാൻ പോവുകയാണ്. സോ ഫൈനൽ ഫൈറ്റ് വേറെ ലെവലായിരിക്കും. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ കോങ് ആണെങ്കിൽ തെറിച്ചൊരു മൂലയ്ക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അത് ആരാണ് ചെയ്തതെന്ന് അറിഞ്ഞൂടെ. ചിലപ്പോൾ സ്കാർ കിങ് അടിച്ചിട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഷീമോ അടിച്ചതായിരിക്കാം. കാരണം കോങ് നല്ല ദൂരെയാണ് പോയി വീഴുന്നത്. അപ്പോൾ ഷീമോ അടിച്ചതാവാൻ ചാൻസസ് ഉണ്ട്. സോ ഇവിടെ നിന്നായിരിക്കാം ടീം മാറുന്നതാണ് തോന്നുന്നത്. അതായത് ഷീമോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഗോഡ്സിലെയും സ്കാർ കിങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കോങ്ങും, അങ്ങനെ ടീം സെറ്റാക്കുന്ന തോന്നുന്നത്. അതാണ് ആ ഒരു പവറൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഷീമോൻ്റെ കൂടെ കോങ് ഫൈറ്റിന് പോയി ഉറപ്പായിട്ട് കോങ് ഡെഡാവും. സോ ഗോഡ്സിലെയാണ് അതിന് പറ്റിയ ആളും. അപ്പം ഇങ്ങനെ ആയിരിക്കും ആ ടീം സെറ്റ് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തൊരു സീനിലോട്ട് വരികയായിരിക്കും നമ്മുടെ കോങ് വന്ന് ഈ ഒരു ഷീമോനെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സീനാണ്. സോ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഷീമോ വരുന്ന സമയത്ത് ആ ചുറ്റുമുള്ള അവിടെയൊക്കെ ഫ്രീസ് ആവണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കുളമൊക്കെ ഫ്രീസായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഷീമോന് തൻ്റെ പവറൊന്നും യൂസ് ചെയ്തില്ല, അപ്പം തന്നെ ഇങ്ങനെ. അപ്പോൾ പവറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ ഷീമോ വന്ന് ഉറപ്പായിട്ടും മോസ്റ്റ് പവർഫുൾ ടൈറ്റിൽ എന്ന് നമുക്ക് ഈ ഒരു സീനിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഷീമോൻ്റെ ഫേസ് അവർ നേരെ കാണിച്ചില്ല. അതായത് ഇതുവരെയായിട്ട് വന്ന ട്രെയിലറിലോ TV സ്പോട്ടിലോ ഒന്നും ഷീമോനെ കാണിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്തേ ഉള്ളൂ. സോ അത് ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. ഷീമോൻ്റെ ഫേസ് ഒന്ന് കാണിക്കാതിരിക്കുന്നതിനെ കൊള്ളാം. നമ്മൾ പടം കാണുമ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് സൂപ്പർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കാണിക്കാതെ എന്നാൽ കൊള്ളാം. WB ഏറ്റവും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത TV സ്പോട്ടിൽ ഷീമോൻ്റെ ഫുൾ ഫേസും കാണിക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അങ്ങനെ വല്ല വരാനും കാര്യം നോക്കാതിരിക്കുന്നതെന്നല്ല, നമ്മൾ പടത്തിൽ കാണുന്നതിന് അത് കുറച്ചും കൂടി സൂപ്പർ എന്ന് തോന്നുന്നത്. പിന്നെ അടുത്ത ഈ ഒരു സീനാണ് വേറെ ലെവലിൽ. അതായത് നമ്മുടെ ഗോഡ്സിലയിലെ പുറത്തോട്ട് നമ്മളെ കോങ് കയറി പോകുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സില വന്ന് ഭയങ്കര സ്പീഡായിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല മെലിഞ്ഞു ഇരിക്കുന്നുണ്ട്. കോങ്ങിനെക്കാളും ഫാസ്റ്റായിട്ട് ഗോഡ്സില ഓടിപ്പോകണം നമുക്ക് കാണാൻ പറ്റും. വേറെ ലെവലായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ഗോഡ്സിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നല്ല മെലിഞ്ഞ് നല്ല മസ്കുലറായിട്ടൊക്കെ നമ്മുടെ ഗോഡ്സില മാറിയിട്ടുണ്ട്, പൊളിയായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അതും ഗോഡ്സിലയുടെ പുറത്ത് നമ്മളെ കോങ് കയറാനായിട്ട് കാണാൻ പറ്റും. ഗോഡ്സില അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഇടയ്ക്കൊക്കെ ഫൈറ്റ് ആയിട്ട് കാണിച്ചെങ്കിൽ ഇവർ പിന്നീട് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. എനിക്കെന്തോ ഫ്രണ്ട്സിൻ്റെക്കാളും ഉപരി ഇവർ വന്നൊരു ബ്രദേഴ്സ് പോലെ ആയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഗോഡ്സില എന്നെ അക്സെപ്റ്റ് ചെയ്യാണ്, നീ എൻ്റെ പുറത്ത് കയറിക്കോ എന്ന് പറഞ്ഞ് ഗോഡ്സില അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം
അത്രത്തോളം ഒരു ക്ലോസ് ആയിരിക്കുകയാണ് നമ്മുടെ കോങ്ങും ഗോഡ്സിലയും. ഉറപ്പായിട്ട് ഈ സീന് തിയേറ്റർ കാണുമ്പോൾ വേറെ ലെവലായിട്ടിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ TV സ്പോട്ടിൽ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ പടത്തിൻ്റെ ഹൈപ്പ് കുറച്ചും കൂടെ കൂടി എന്ന് പറയേണ്ടി വരും. വേറെ ലെവലായിട്ടുണ്ട്. സോ ഓരോ ദിവസം കഴിയും തോറും ഈ പടത്തിൻ്റെ ഹൈപ്പ് കൂടി വരികയാണ്. സോ ആരൊക്കെ ഈ മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.